ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിത് 4ാമത്തെ യൂണിറ്റ് ദ ഹീലിംഗ് ടച്ചിൽ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്നുള്ള ചാപ്റ്റർ പഠിക്കാം കേട്ടോ. എന്താ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ? സുഖപ്പെടുത്തുന്ന അല്ലേ? സുഖപ്പെടുത്തുന്ന സ്പർശം, ടച്ചാണ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സങ്കടങ്ങളെയൊക്കെ മാറ്റാൻ, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പായി വരുന്ന ഒരാൾ, താങ്ങായി വരുന്ന ഒരു ഒരാൾ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സ്റ്റോറി എന്നല്ലേ. ഓക്കെ, നോക്കൂ. സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. മൈക്കൽ ജോർദാൻ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ്. മൈക്കൽ ജോർദാൻ ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലേ, ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് യങ് മൈക്കൽ ജോർദാൻ ആസ് ഹി ഫേസസ് challenges in the basketball court and learns lessons about patience and hard work. നമുക്ക് ചെറിയ ജോർദാൻ കുട്ടിയായിരിക്കുമ്പോഴുള്ള അവൻ ഫേസ് ചെയ്ത ചാലഞ്ചസ്, എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് അല്ലേ, അവൻ കോർട്ടിൽ, ബാസ്കറ്റ്ബോൾ കോർട്ടിൽ അവൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ചാലഞ്ചസാണ് അവൻ ഫേസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പഠിക്കാം. മാത്രമല്ല അവൻ എങ്ങനെയാണ് പേഷ്യൻസും ക്ഷമയും ഹാർഡ് വർക്കിലൂടെ എങ്ങനെയാണ് അവൻ സക്സസ് ആയത് എന്നുള്ളതും കൂടി നമുക്ക് ഈ പാഠത്തിൽ കാണാമെന്നാണ് പറയുന്നത്. ഓക്കെ, മൈക്കൽ ലവ്ഡ് ടു പ്ലേ ബാസ്കറ്റ്ബോൾ. മൈക്കലിന് ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, എവറി സാറ്റർഡേ ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ് ലാറി ആൻഡ് റോണി ടു ദ പാർക്ക് ഹോപ്പിംഗ് ദാറ്റ് ദേ വുഡ് ലെറ്റ് ഹിം പ്ലേ. മൈക്കലിന് ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ശനിയാഴ്ചയും അവൻ്റെ എൽഡർ ബ്രദേഴ്സ് അല്ലെ, ഏട്ടന്മാരായ ലാറിയുടെയും റോണിയുടെയും കൂടെ പാർക്കിലേക്ക് പോകും. അന്നേരം അവൻ്റെ പ്രതീക്ഷ എന്താണ്? ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക അല്ലെ, പ്രതീക്ഷിച്ചുകൊണ്ട്. എന്താണ് അവൻ്റെ പ്രതീക്ഷ? അവനെ കളിക്കാൻ വിടും എന്നുള്ള പ്രതീക്ഷയിൽ അവനും അവരുടെ കൂടെ പാർക്കിലേക്ക് പോകും. ഓക്കെ, ബട്ട് ദർ വാസ് വൺ പ്രോബ്ലം. ദാറ്റ് വാസ് മാർക്ക്. ഹി വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട്. അവിടെ അവനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അവർക്ക് മൈക്കലിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്താണ് പ്രോബ്ലം? മാർക്കായിരുന്നു അവൻ്റെ പ്രോബ്ലം. അവനാണ് ആ കൂട്ടത്തിൽ ഏറ്റവും നീളം കൂടിയ പയ്യൻ. അവനാണ് മൈക്കലിനൊരു പ്രോബ്ലമായിട്ട് അവിടെ വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ മാറ്റർ മിക്കി? ടു ഷോർട്ട്. മാർക്ക് ഫ്ലാപ്ഡ് ഹിസ് ആംസ് ഇൻ മൈക്കൽസ് ഫേസ്. മിക്കി എന്ന് പറഞ്ഞാൽ മൈക്കിളിൻ്റെ ഷോർട്ടാക്കി വിളിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ മാറ്റർ മൈക്കി? എന്താ പ്രശ്നം? എന്താ നിൻ്റെ മൈക്കി? ഭയങ്കര നീളം കുറഞ്ഞു പോയോ നിനക്ക് എന്ന് കളിയാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? മാർക്ക് ഫ്ലാപ്ഡ്, 2 കൈകൾ കൊണ്ട് അവൻ്റെ മുഖത്തിങ്ങനെ അടിച്ചു. ഹിസ് ആംസ് ഇൻ മൈക്കൽസ് ഫേസ്. അപ്പോഴോ ഓവർ ഹിയർ ഷൗട്ടഡ് ലാറി. അപ്പം ആരുടെ കയ്യിലാണ് ഇപ്പോൾ ബോളുള്ളതെന്ന് അറിയാമോ? ബാസ്കറ്റ് ബോൾ ഉള്ളത് ആരുടെ കയ്യിലാണ്? മൈക്കലിൻ്റെ കയ്യിലാണ്. സോ 2 ടീമായി കളികളാണ്. മൈക്കലിൻ്റെ ടീം ഒന്ന്, നമ്മുടെ മാർക്കിൻ്റെ ടീം വേറെ ഒന്ന്. അപ്പോൾ മൈക്കലിൻ്റെ ടീമിലുള്ള അവൻ്റെ ഏട്ടൻ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞു, ലാറി വിളിച്ച് പറഞ്ഞു, ബോൾ ഇങ്ങോട്ടേക്ക് എറി, ഓവർ ഹിയർ, ഇങ്ങോട്ടേക്ക് എറി എന്ന് വിളിച്ചു പറഞ്ഞു. ബട്ട് വെൻ മൈക്കൽ ത്രൂ ദ ബോൾ, മാർക്സ് ലോങ് ആംസ് കെയിം ഔട്ട് ഓഫ് നോവെയർ ആൻഡ് നോക്ക് ദ ബോൾ എവേ. എന്നിട്ടോ മൈക്കൽ എങ്ങനെയൊക്കെയാണ് കൂടി ആ ബോൾ അവൻ്റെ ഏട്ടൻ്റെ ടീമിലേക്ക്, അവൻ്റെ ടീമിലേക്ക് അവൻ്റെ ഏട്ടനൊക്കെ നേരെ എറിഞ്ഞപ്പോഴേക്കും നീളം കൂടിയ ആളാണ് മാർക്കിൽ. അവൻ്റെ കൈ എവിടെ നിന്നോ വന്നിട്ട് അല്ലേ, നോവെയർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നോ വന്നിട്ട് ആ ബോളിനെ തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് എന്താ പറ്റിയത്? ഇറ്റ് ഫ്ലൂ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് എ പ്ലെയർ ഓൺ മാർക്സ് ടീം. ആ ബോൾ മാർക്കിൻ്റെ ടീമിലേക്ക് പോയി. ഹി മെയ്ഡ് ദ ബാസ്ക്കറ്റ് ആൻഡ് ദ ഗെയിം വാസ് ഓവർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എന്താ പറ്റിയത്? ജോർദാൻ്റെ അടുത്ത് നിന്ന് മാർക്കിൻ്റെ കൈ തട്ടിയിട്ട് ആ ബോൾ മാർക്കിൻ്റെ ടീമിലേക്ക് പോയി. അവരങ്ങനെ അത് ബാസ്ക്കറ്റിലിട്ട് ഒരു പോയിൻ്റായി അല്ലേ. അങ്ങനെ ആ ഗെയിം മാർക്കിൻ്റെ ടീം ജയിച്ചു, മൈക്കലിൻ്റെ ടീം തോറ്റു. ഓക്കെ, അതിലൊരു ക്വസ്റ്റ്യൻ ഉള്ളത് നോക്കി. ഹൗ ഡിഡ് മാർക്ക് ബിക്കം എ പ്രോബ്ലം ടു യങ് മൈക്കൽ? എങ്ങനെയാണ് മാർക്ക് മൈക്കലിനൊരു പ്രോബ്ലമായി മാറിയത്? മാർക്ക് വാസ് വെരി ടോൾ. മാർക്ക് വളരെ നീളം കൂടിയ ആളായിരുന്നു. ആൻഡ് കെപ്റ്റ് സ്റ്റോപ്പിംഗ് മൈക്കിൾസ് ബോൾ. മൈക്കിൾ എങ്ങനെ ബോൾ അടിച്ചാലും അതൊക്കെ നീളം കൂടിയ മാർക്ക് എന്ത് ചെയ്യും? അതിനെ സ്റ്റോപ്പ് ചെയ്യും. സോ മൈക്കിൾ കുഡ് നോട്ട് പ്ലേ വെൽ. മൈക്കിളിന് ശരിക്കും കളിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് മാർക്ക് മൈക്കിളിനൊരു പ്രശ്നമായി മാറിയത്. ഓൾ ദ വേ ഹോം മൈക്കിൾ അപ്പോളജൈസ്ഡ്. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മൈക്കിൾ അപ്പോളജൈസ് ചെയ്ത് ക്ഷമാപണം നടത്തി. എന്തിനാണ്? ടീം തോറ്റുപോകാൻ കാരണം താനാണല്ലോ എന്നോർത്തിട്ട് ക്ഷമാപണം നടത്തി. ഹിസ് എൽഡസ്റ്റ് ബ്രദർ റോണി ട്രൈ ടു ചീ ഹിം അപ്പ്. അവൻ്റെ ഏറ്റവും മൂത്ത ഏട്ടനായ റോണി അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ലുക്ക് ലിറ്റിൽ ബ്രദർ, യു പ്ലേഡ് വെൽ ടുഡേ. നോക്കാനിയ, നീ ഇന്ന് വളരെ നല്ലോണം തന്നെ കളിച്ചു. ഡോണ്ട് വറി, വി വിൽ വിൻ ദ നെക്സ്റ്റ് ടൈം. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല,
അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും ജയിക്കുമെന്ന് അവൻ്റെ മൂത്ത ഏട്ടനായ റോണി അവനോട് പറഞ്ഞു. When they reached home, Michael went into the kitchen where Mama was cooking dinner. വീട്ടിലെത്തിയപ്പോൾ മൈക്കൽ നേരെ അവൻ്റെ അമ്മയുടെ അടുക്കളയിലേക്ക് ഓടി. അമ്മ അവിടുന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ അടുത്തേക്ക് ഓടി. മമ്മ, ഹൗ ക്യാൻ ഐ ഗ്രോ ടോളർ? ഹി ആസ്ഡ്. അമ്മേ, എനിക്ക് എങ്ങനെയാണ് നീളം വെക്കാൻ പറ്റുമെന്ന് അവൻ അമ്മയോട് ചോദിച്ചു. ഷീ സ്മൈൽഡ്, ലുക്ക്ഡ് അറ്റ് മൈക്കൽ ആൻഡ് സെഡ്, സാൾട്ട്. അമ്മ ചിരിച്ചുകൊണ്ട് മൈക്കലിനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാൾട്ട്, ഉപ്പ് എന്ന് പറഞ്ഞു. സാൾട്ട്. മൈക്കൽ ലുക്ക്ഡ് അറ്റ് ഹിസ് മമ്മ. ഉപ്പോ? അത്ഭുതത്തോടു കൂടി ചോദിച്ചു മൈക്കൽ. അല്ലേ, ഉപ്പോ എന്ന് അത്ഭുതത്തോടു കൂടി മൈക്കൽ അമ്മേനെ നോക്കി, ആശ്ചര്യത്തോടു കൂടി അമ്മയെ നോക്കി. സോൾട്ട് ഇൻ ഹിസ് ഷൂസ്, സോൾട്ട് ഇൻ യുവർ ഷൂസ്. വി വിൽ പുട്ട് സോൾട്ട് ഇൻ യുവർ ഷൂസ്. ബിഫോർ യു നോ ഇറ്റ് യു വിൽ ബി ടോളർ. ഷീ റിപ്ലൈഡ്. എന്താ പറയുന്നത്? നമുക്ക് നിൻ്റെ ഷൂവിൽ കുറച്ച് ഉപ്പിടാം. ഓക്കെ, നീ അറിയുന്നതിന് മുമ്പ് തന്നെ, മീൻസ് അത്രയും പെട്ടെന്ന് തന്നെ നീ നീളം വെക്കുമെന്ന് അമ്മ പറഞ്ഞു. ഓക്കെ, നിൻ്റെ ഷൂവിൽ നമുക്ക് കുറച്ച് ഉപ്പിടാം, നീ പെട്ടെന്ന് നീളം വെക്കുമെന്ന് അമ്മ പറഞ്ഞു. ഗ്രോയിങ് മോർ എക്സൈറ്റഡ്, മൈക്കൽ സ്റ്റാർട്ടഡ് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അത് കേട്ടപ്പോഴത്തേക്കും മൈക്കൽ ആകെ ആശ്ചര്യമായി, എക്സൈറ്റ്മെൻ്റ് ആയി, ആശ്ചര്യമായി, അത്ഭുതമായി. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. മമ്മ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? അമ്മ, എത്ര നാളെടുക്കും നീളം വെക്കാൻ? ആൻഡ് ഹൗ ടോൾ ഡു യു തിങ്ക് ഐ വിൽ ഗെറ്റ്? എനിക്ക് എത്ര നീളം വെക്കുന്നതാണ് അമ്മയ്ക്ക് തോന്നുന്നത്? സ്മൈലിംഗ്, മമ്മ സാറ്റ് ഡൗൺ നെക്സ്റ്റ് ടു ഹിം ആൻഡ് എക്സ്പ്ലെയിൻ. ചിരിച്ചുകൊണ്ട് അമ്മ അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവന് വിവരിച്ചു കൊടുത്തു. എന്താണ്? ഫോർ ദിസ് ടു വർക്ക് യു മസ്റ്റ് ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു വാട്ട് ഐ ടെൽ യു. ഇത് വർക്കാവണമെങ്കിൽ, ഓക്കെ, ഇത് നടക്കണമെങ്കിൽ നീ ക്ഷമയോടുകൂടി ഞാൻ പറയുന്നത് കേൾക്കണം. അങ്ങനെ അമ്മ പറഞ്ഞു. ഓക്കെ മമ്മ, ഐ വിൽ ബി പേഷ്യൻറ്റ്. ഓക്കെ അമ്മേ, ഞാൻ ക്ഷമയോടുകൂടി കാത്തിരിക്കാമെന്ന് മൈക്കൽ പറഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് മമ്മ ടെൽ മൈക്കൽ ടു ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു ഹെർ അഡ്വൈസ്? എന്തുകൊണ്ടാണ് അമ്മ മൈക്കലിനോട് പറഞ്ഞത് കുറച്ച് ക്ഷമയോടുകൂടി അവളുടെ ഉപദേശം കേൾക്കാൻ വേണ്ടി, അമ്മയുടെ ഉപദേശം കേൾക്കാൻ വേണ്ടി അമ്മ പറഞ്ഞത് എന്തുകൊണ്ടാണ്? മമ്മ ടോൾഡ് മൈക്കൽ ടു ബി പേഷ്യൻറ്റ് ബിക്കോസ് ഗ്രോയിങ് ടോളർ ടേക്സ് ടൈം ആൻഡ് ഹി ഹാഡ് ടു ഫോളോ ഹെർ അഡ്വൈസ്. എന്താണ് പറഞ്ഞത് അമ്മ? നീളം വെക്കുന്നത് അത്ര എളുപ്പമൊന്നും നടക്കുന്ന കാര്യമല്ല, അല്ലേ? അതുകൊണ്ടാണ് അമ്മയുടെ ഉപദേശം നീ കേൾക്കണമെന്ന് മൈക്കലിനോട് അമ്മ പറഞ്ഞത്. ഡ്യൂറിങ് ഡിന്നർ മമ്മ നോട്ടീസ്ഡ് ദാറ്റ് മൈക്കൽ വാസ് ബെയർലി ഈറ്റിംഗ് എനിത്തിങ്. ഡിന്നറിൻ്റെ സമയത്ത് അമ്മ ശ്രദ്ധിച്ചു മൈക്കൽ കാര്യമായിട്ടൊന്നും കഴിക്കുന്നുണ്ടായിട്ടില്ല. ഓക്കെ, ബെയർലി ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഹി വാസ് ഡേ ഡ്രീമിങ് അബൌട്ട് ബീങ് ടോളർ. എന്താണ് ഡേ ഡ്രീമിങ്? അല്ലേ, ദിവാസ്വപ്നം കാണില്ലായിരുന്നു. ഇങ്ങനെ ഫുഡ് കഴിക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കലാണ് എന്താണ് നീളം വെക്കുന്നതിനെ കുറിച്ച്. മൈക്കൽ, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ്, മമ്മ സെഡ്. എന്താ പറയുന്നത്? മൈക്കൽ, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ, അല്ലേ, കൃത്യമായി ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നീ നീളം വെക്കുകയുള്ളൂ എന്ന് അമ്മ പറഞ്ഞു. ബട്ട് ഐ എം നോട്ട് ഹംഗ്രി, ഹി സെഡ്. പക്ഷേ അമ്മേ, എനിക്ക് വിശക്കുന്നില്ല എന്ന് മൈക്കൽ പറഞ്ഞു. റേസിങ് ഹെർ ഐബ്രോസ് മമ്മ ഗേവ് ഹിം എ സ്റ്റേൺ ലുക്ക്. എന്താണ് ഇങ്ങനെ പുരികൊക്കെ ചുളിച്ച് പിടിച്ചിട്ട് അമ്മ കുറച്ചൊരു കർക്കശമായിട്ടുള്ള കുറച്ചൊരു ദേഷ്യത്തോടു കൂടി അമ്മ നോക്കി, കർക്കശമായിട്ട് അമ്മ മൈക്കലിനെ നോക്കി. സ്ലോലി മൈക്കൽ പിക്ഡ് അപ്പ് ഹിസ് ഫുഡ് ആൻഡ് ബിഗാൻ ടു ഈറ്റ്. പതുക്കെ മൈക്കൽ അവൻ്റെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, പതുക്കെ കഴിക്കാൻ തുടങ്ങി. മിനിറ്റ്സ് ലേറ്റർ ഹിസ് പ്ലേറ്റ് വാസ് ക്ലീൻ ആൻഡ് ഹി വാസ് ആസ്കിങ് ഫോർ മോർ. കുറച്ച് മിനിറ്റ് കൊണ്ട് തന്നെ അവൻ അവൻ്റെ ഭക്ഷണം മുഴുവൻ ഫിനിഷ് ചെയ്തിട്ട് അമ്മയോട് വീണ്ടും ചോദിച്ചു. ദാറ്റ് ഈവനിങ് അറ്റ് ബെഡ് ടൈം മൈക്കൽ സെറ്റ് ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ് ഓൺ ദ ഫ്ലോർ നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഹാങ്ങിങ് ഓൺ ദ വാൾ. അവൻ്റെ സ്പോർട്സിൻ്റെ ഷൂ, അവൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അവൻ്റെ സ്പോർട്സിൻ്റെ ഷൂ എടുത്തു കൊണ്ടുപോയിട്ട് രാത്രി അവൻ കിടക്കാൻ നേരത്ത് അവൻ്റെ ഒരു വാളിൻ്റെ താഴെ വെച്ചു. ഓക്കെ, അവിടെ ഒരു ഗ്രോത്ത് ചാർട്ട് ഉണ്ട്, അല്ലേ, അവൻ്റെ ഹൈറ്റൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു നമ്മളെ സ്കെയിലുണ്ട്, അതിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചു. ഓക്കെ, എന്നിട്ടോ ദെൻ ഹി പുട്ട് ഓൺ ഹിസ് പൈജാമാസ്. അവൻ്റെ പൈജാമാസ് ഇട്ടു. സെഡ് ഹിസ് പ്രേയേഴ്സ് ആൻഡ് ജംപ്ഡ് ഇൻ ടു ബെഡ്. അതവിടെ കൊണ്ട് വെച്ച് അവൻ്റെ കിടക്കാൻ നേരത്തുള്ള അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി, നൈറ്റ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവൻ ബെഡിൽ പോയി കിടന്നു. വെൻ മമ്മ കെയിം ഇൻ മൈക്കൽ വാസ് ഫാസ്റ്റ് അസ്ലീപ്പ്. അമ്മ വന്നപ്പോൾ മൈക്കൽ നല്ല ഉറക്കത്തിലായിരുന്നു. സ്റ്റാൻഡിങ് ബൈ ഹിസ് ബെഡ് മമ്മ സ്പ്രിങ്കിൾ സാൾട്ട് ഇൻ ഹിസ് ഷൂസ്. അവൻ്റെ അടുത്ത്, ബെഡിൻ്റെ അടുത്ത് ആ ഷൂ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് അമ്മ എന്ത് ചെയ്തു?
സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. സ്പ്രിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ തളിക്കുക അല്ലെങ്കിൽ വിതറുക എന്നൊക്കെയാണ്. ഉപ്പ് എടുത്തിട്ട് ആ ഷൂവിനുള്ള അമ്മ വിതറി. വൈ ഡിഡ് മമ്മ ഗീവ് മൈക്കിൾ എ സ്റ്റേൺ ലുക്ക്? എന്തുകൊണ്ടാണ് അമ്മ കർക്കശമായിട്ട് മൈക്കിളിനെ നോക്കിയത്? മമ്മ ഗേവ് മൈക്കിൾ എ സ്റ്റേൺ ലുക്ക് ബിക്കോസ് ഹി വാസ് നോട്ട് ഈറ്റിംഗ് ഹിസ് ഫുഡ്. അവൻ്റെ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അമ്മ ഒരു സ്റ്റേൺ ലുക്ക് മൈക്കിളിന് നോക്കിയത്. മമ്മ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ്. വൈ? എന്തുകൊണ്ടാണ് അമ്മ ഉപ്പിട്ടത് മൈക്കിളുടെ ഷൂവിൽ? ഷീ പുട്ട് സോൾട്ട് ഇൻ ഹിസ് ഷൂസ് ടു മേക്ക് ദം ഫീൽ ടൈറ്റ് സോ മൈക്കിൾ വുഡ് തിങ്ക് ഹി വാസ് ഗ്രോയിങ്. ഉപ്പിട്ടിട്ടാകുമ്പം എന്താണ് ആ ഷൂ കുറച്ച് ടൈറ്റ് ആയതുപോലെ തോന്നും, കാലിൽ കുറച്ച് ടൈറ്റ് ആക്കും. അപ്പം മൈക്കിൾ എന്ന് വിചാരിക്കും ഓക്കെ ഞാൻ വലുതാകുന്നുണ്ടെന്ന് മൈക്കിളിന് തോന്നാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ ആ ഷൂവിൻ്റെ ഉള്ളിൽ ഉപ്പിട്ടത്. ആഫ്റ്റർ ദാറ്റ് നൈറ്റ് മൈക്കിൾ വോ ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ്. ആ രാത്രിക്ക് ശേഷം, അതായത് പിറ്റേ ദിവസം അല്ലേ, പിറ്റേ ദിവസം എന്താണ് മൈക്കിൾ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം ഷൂസ് എടുത്ത് ഇട്ടു. ആൻഡ് ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ദ സോൾട്ട് അണ്ടർ ഹിസ് ഫീറ്റ്. അവൻ്റെ കാലിൻ്റെ ഇടയിൽ അവന് ഉപ്പിൻ്റെ ഒരു സാന്നിധ്യം അവന് ഫീൽ ചെയ്തു. ഹി ഹാഡ് എ സ്പെഷ്യൽ ഫീലിംഗ്. എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് അവന് തോന്നി. വെയറിങ് ഹിസ് ഷൂസ് ഹി വെൻറ്റ് എവ്രിവെയർ ബട്ട് ഹി സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ് ഓൺ സാറ്റർഡേയ്സ്. അവൻ ആ ഷൂസ് ഇട്ടിട്ട് എല്ലാവിടെയും പോയി. പക്ഷേ സാറ്റർഡേയ്സ് അവൻ ആ പാർക്കിൽ പോകാറുണ്ട് ഏട്ടന്മാരുടെ കൂടെ അല്ലേ, അന്ന് അവിടെ പോയിട്ടില്ല അവൻ. ഇൻസ്റ്റെഡ് ഹി സ്റ്റേഡ് ഹോം ആൻഡ് പ്രാക്ടീസ്ഡ്. അവൻ അതിന് പകരം വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഹി വാണ്ടഡ് ടു ഗ്രോ എ ഫ്യൂ മോർ ഇഞ്ചസ് ബിഫോർ ഹി വെൻ ബാക്ക് ടു ദ പാർക്ക്. എന്താ പറയുന്നത്? തിരിച്ച് ആ പാർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് അവന് കുറച്ച് ഇഞ്ചും കൂടി നീളം വെക്കണമെന്ന് മൈക്കിളിന് തോന്നി. അതുകൊണ്ടാണ് അവൻ ആ പാർക്കിലേക്ക് പോകാത്തത് കേട്ടോ. ആഫ്റ്റർ 2 months ഓഫ് പ്രാക്ടീസിങ് ആൻഡ് വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി മൈക്കിൾ സ്റ്റുഡ് നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഓൺ ഹിസ് വാൾ. 2 മാസം അവൻ പേഷ്യൻസോടുകൂടി ക്ഷമയോടുകൂടി വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തു. അവിടെ വീട്ടിൽ തന്നെ അങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ്റെ ആ ഗ്രോത്ത് ചാർട്ട് ഉണ്ടല്ലോ, നീളം നോക്കുന്ന ചാർട്ടിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് അവൻ നീളം നോക്കി. നത്തിങ്. ഹി ഹാഡ് ഇൻ ഗ്രോൺ ആൻ ഇഞ്ച്. ഒരു മാറ്റവും ഇല്ല, 1 ഇഞ്ച് പോലും അവൻ നീളം കൂടിയിട്ടില്ല. ഹി വാസ് ഡിസപ്പോയിൻറ്റഡ്. അവനാകെ നിരാശനായി. ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. പക്ഷെ അവൻ എന്നാലും വിട്ടുകൊടുത്തില്ല അല്ലേ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, ഉപേക്ഷിക്കുക. അവൻ എന്നിട്ടും അവനത് മതിയാക്കിയില്ല. അവൻ്റെ ശ്രമം അവൻ ഒഴിവാക്കിയില്ല, ഉപേക്ഷിച്ചില്ല. ഐ ഹാവ് ടു വെയിറ്റ് ലൈക്ക് മമ്മ സെഡ് മൈക്കിൾ തോട്ട്. എന്താ പറയുന്നത്? ഐ ഹാവ് ടു വെയിറ്റ് ലൈക്ക് മമ്മ സെഡ്. അമ്മ പറഞ്ഞ പോലെ ഞാൻ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് മൈക്കിൾ ചിന്തിച്ചു. ആൻഡ് ദാറ്റ്സ് വാട്ട് ഹി ഡിഡ്. അങ്ങനെ അതാണ് അവൻ ചെയ്തതും. അമ്മ പറഞ്ഞതുപോലെ ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ മൈക്കിൾ തീരുമാനിച്ചു. 2 more months ഓഫ് പേഷ്യൻസ് വെൻ ബൈ ആൻഡ് സ്റ്റിൽ നത്തിങ്. നൗ മൈക്കിൾ വാസ് ബിക്കമിങ് എ ലിറ്റിൽ സാഡ്. 2 മാസം കൂടി കടന്നുപോയി, എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. ഇപ്പം എന്തായി? ടോട്ടൽ 4 മാസമായി, എന്നിട്ടും നീളം വെക്കുന്നില്ല. കണ്ടപ്പോൾ മൈക്കിൾ കുറേശ്ശെ നിരാശനാവാൻ തുടങ്ങി, കുറേശ്ശെ സങ്കടപ്പെടാൻ തുടങ്ങി. ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് നോക്കൂ. ഈവൻ ദോ മൈക്കിൾ കണ്ടിന്യൂഡ് ഹിസ് പ്രാക്ടീസ് ഹി ഹാഡ് ഇൻ ഗ്രോൺ ആൻ ഇഞ്ച്. ഈവൻ ദോ അവൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ പോലും, മൈക്കിൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ പോലും 1 ഇഞ്ച് പോലും മൈക്കിൾ വളർന്നില്ല. ഇനി നിങ്ങളായിരുന്നു മൈക്കിളിൻ്റെ സ്ഥാനത്ത് എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദ്യം. ഇഫ് ഐ വെയർ മൈക്കിൾ ഐ വുഡ് നോട്ട് ഗിവ് അപ്പ്. ഞാനായിരുന്നു മൈക്കിളെങ്കിൽ ഞാൻ ഒരിക്കലും പരിശ്രമം ഒഴിവാക്കില്ല. ഐ വുഡ് കീപ് പ്രാക്ടീസിങ് ആൻഡ് വെയിറ്റ് പേഷ്യൻ്റ്ലി ടു ഗ്രോ. ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യുമായിരുന്നു? പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് നീളം അല്ലെ ഉയരം വെക്കാനുള്ള, വളരാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. നെക്സ്റ്റ് സാറ്റർഡേ ഹിസ് ബ്രദേഴ്സ് ട്രൈഡ് ടു ഗെറ്റ് മൈക്കിൾ ടു ഗോ വിത്ത് ദം ടു ദ പാർക്ക് ബട്ട് ഹീ വുഡിൻ ബഡ്ജ്. അടുത്ത ശനിയാഴ്ച അവൻ്റെ ബ്രദേഴ്സ് ഏട്ടന്മാർ 2 പാർക്കിലേക്ക് പോകുമ്പോൾ മൈക്കിളിനെ ഇവിടെ കൂട്ടാൻ വേണ്ടി കുറേ ശ്രമിച്ചു. പക്ഷേ മൈക്കിൾ വഴങ്ങിയില്ല. മമ ഹാഡ് ബിഗൺ ടു വറി. അമ്മയ്ക്ക് ആകെ ടെൻഷൻ ആകാൻ വേണ്ടി തുടങ്ങി. വെൻ ഷി സോ മൈക്കിൾ സിറ്റിംഗ് അലോൺ ഓൺ ദ സ്റ്റെപ്സ് ഷി ടോൾഡ് ഡാഡി മേ ബി യു ഷുഡ് ഗോ ഔട്ട് ആൻഡ് ടോക്ക് ടു ഹിം. അവനിങ്ങനെ സ്റ്റെപ്പിൻ്റെ മേലെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ആകെ സങ്കടമായിട്ട് അമ്മ അവൻ്റെ അച്ഛനോട് അല്ലേ, മൈക്കിളിൻ്റെ അച്ഛനോട് പറഞ്ഞു, മേ ബി നിങ്ങൾക്ക് പോയിട്ട് അവനോടൊന്ന് സംസാരിച്ചൂടെ എന്ന് ചോദിച്ചു. ഓക്കെ.
സോ ഡാഡി വെൻ്റ് ഔട്ട് ആൻഡ് സാറ്റ് വിത്ത് മൈക്കൽ. അങ്ങനെ ഡാഡി അവൻ്റെ അടുത്ത് പോയിരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. വാട്ട്സ് റോങ് ഡിയർ? എന്താ പ്രശ്നം മോനെ? യു ഹാവൻ ഗോൺ ടു ദ പാർക്ക് വിത്ത് യുവർ ബ്രദേഴ്സ് ഫോർ എ വൈൽ നൗ. കുറച്ച് ദിവസമായിട്ട് നീ നിൻ്റെ ഏട്ടന്മാരുടെ കൂടെ പാർക്കിലൊന്നും പോകുന്ന കാണുന്നില്ലല്ലോ. ആർ യു ഓക്കെ? നീ ഓക്കെ തന്നെയല്ലേ? നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. മൈക്കൽ ഡിഡ്ന്റ് സേ എനിത്തിങ് അറ്റ് ഫസ്റ്റ്. മൈക്കിൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. ദെൻ ഹി ലുക്ക്ഡ് അറ്റ് ഡാഡി ആൻഡ് സെഡ്. പിന്നീട് അവൻ അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞു, ഐ തോട്ട് ഐ വുഡ് അറ്റ്ലീസ്റ്റ് ബി എ ഫ്യൂ ഇഞ്ചസ് ടോളർ ബൈ നൗ. എന്താണ്? ഞാൻ വിചാരിച്ചു ഞാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് ഇഞ്ചസ് എങ്കിലും നീളം കൂടുമെന്ന് ഞാൻ വിചാരിച്ചു. ഐ തോട്ട് ഐ വുഡ് അറ്റ്ലീസ്റ്റ് ബി എ ഫ്യൂ ഇഞ്ചസ് ടോളർ ബൈ നൗ. I did everything Mama told me to do, but nothing happened. അമ്മ എന്തൊക്കെ എന്നോട് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ അകത്ത് 2 ക്വസ്റ്റ്യൻസ് ഉള്ളത് നോക്കൂ. വൈ ഡിഡ് മൈക്കൽ സ്റ്റോപ്പ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ്? എന്തുകൊണ്ടാണ് മൈക്കൽ അവൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ പാർക്കിൽ പോകുന്നത് സ്റ്റോപ്പ് ചെയ്തത്? മൈക്കൽ സ്റ്റോപ്പ് ഗോയിങ് ടു ദ പാർക്ക് ബിക്കോസ് ഹി വാസ് അപ്സെറ്റ് ദാറ്റ് ഹി ഹാഡൻ ഗ്രോൺ ടോളർ. അവൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നില്ല, അവൻ അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. അവന് നീളം വെച്ചില്ലല്ലോ എന്നോർത്തിട്ട് അവന് ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ടാണ് അവൻ അവരുടെ കൂടെ പോകാതിരുന്നത്. ഓക്കെ. മൈക്കൽസ് മദർ ബിഗാൻ ടു വറി. വാട്ട് ഡിഡ് ഷീ ഡു ദെൻ? മൈക്കലിൻ്റെ അമ്മ ടെൻഷൻ അടിക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് അവരെന്താണ് ചെയ്തത്? മൈക്കൽസ് മദർ ആസ്ക്ഡ് ഡാഡി ടു ഗോ ഔട്ട്സൈഡ് ആൻഡ് ടോക്ക് ടു ഹിം. എന്താ ചെയ്തത്? മൈക്കലിൻ്റെ അമ്മ അവൻ്റെ ഡാഡിയോട് പുറത്ത് പോയിട്ട് അവനോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. മൈക്കൽ, വൈ ഡു യു വാണ്ട് ടു ബി ടോളർ? ഡാഡി ആസ്ക്ഡ്. മൈക്കലെ, നിനക്ക് എന്തിനാണ് നീളം വെക്കുന്നതെന്ന് അച്ഛൻ ചോദിച്ചു. ഇഫ് ഐ വർ ടോളർ ഐ വുഡ് ബി എ ഗ്രേറ്റ് പ്ലെയർ ആൻഡ് ഐ കുഡ് ഹെൽപ്പ് അവർ ടീം വിൻ. മൈക്കൽ ആൻസേർഡ്. എന്താണ്? എനിക്ക് നീളം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു പ്ലെയർ ആവാൻ കഴിയുമായിരുന്നു, അങ്ങനെ എൻ്റെ ടീമിനെ വിജയിപ്പിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു എന്ന് മൈക്കൽ അച്ഛനോട് പറഞ്ഞു. ബട്ട് യു ആർ എ ഗ്രേറ്റ് പ്ലെയർ സൺ. പക്ഷെ മോനെ, നീ വളരെ നല്ലൊരു പ്ലെയർ തന്നെയാണല്ലോ ഇപ്പോഴും എന്ന് പറഞ്ഞു അച്ഛൻ. ആൻഡ് യു ഓൾറെഡി ഹാവ് എവറിത്തിങ് ഇറ്റ് ടേക്സ് ടു ബി എ വിന്നർ. എന്താണ്? റൈറ്റ് ഇൻ ഹിയർ. നീ ഒരു നല്ലൊരു പ്ലെയർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ ലക്ഷണങ്ങളും നിനക്കുണ്ട്. ഓക്കെ, നീ നല്ലൊരു പ്ലെയർ തന്നെയാണ് ഇപ്പോഴേ എന്ന് ഡാഡി പറഞ്ഞു. ഓക്കെ. ആൻഡ് യു ഓൾറെഡി ഹാവ്, നിനക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് എന്ത്? എവറിത്തിങ് ഇറ്റ് ടേക്സ് ടു ബി എ വിന്നർ റൈറ്റ് ഇൻ ഹിയർ. ഒരു വിന്നർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും നിനക്ക് ഇപ്പോഴേ ഉണ്ട്. ഡാഡി ടാപ്ഡ് മൈക്കൽ ഓൺ ഹിസ് ചെസ്റ്റ്. അതും പറഞ്ഞിട്ട് ഡാഡി പതുക്കെ അവൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ പതുക്കെ തട്ടി തലോടി. ഓക്കെ, സ്നേഹത്തോടു കൂടി പതുക്കെ മുട്ടി. ബീയിങ് ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ. നീളം വെക്കുന്നത് നിന്നെ കുറച്ചും കൂടി നല്ലവണ്ണം കളിക്കാൻ വേണ്ടി സഹായിച്ചേക്കാം. ബട്ട് നോട്ട് ആസ് മച്ച് ആസ് പ്രാക്ടീസ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ. പക്ഷേ നിൻ്റെ പ്രാക്ടീസും നിൻ്റെ ഡിറ്റർമിനേഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള നിൻ്റെ ദൃഢനിശ്ചയം, ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ, നിൻ്റെ പരമാവധി നിൻ്റെ കഴിവിൻ്റെ പരമാവധി നീ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുക. നീളം വെക്കുന്നത് എത്തിക്കും, പക്ഷെ അതിൻ്റെയും മേലെ നിൻ്റെ ഈ പ്രാക്ടീസും ഡിറ്റർമിനേഷനൊക്കെയാണ് നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുക. ദോസ് ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് യു എ റിയൽ വിന്നർ. ഇതൊക്കെയാണ് നിന്നെ ഒരു റിയൽ വിന്നറാക്കി മാറ്റാനുള്ള കാര്യങ്ങളെന്നാണ് അച്ഛൻ മൈക്കലിന് പറഞ്ഞു കൊടുക്കുന്നത്. മൈക്കൽ തോട്ട് അബൌട്ട് വാട്ട് ഡാഡി സെഡ് ഫോർ എ മിനിറ്റ്. മൈക്കൽ ഇങ്ങനെ അച്ഛൻ പറഞ്ഞതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു, 1 മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചു. ദെൻ സഡൻലി ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ടുക്ക് ഓഫ്. പെട്ടെന്ന് ചാടി എണീറ്റ് റെഡിയായി അവൻ കളിക്കാൻ വേണ്ടിയിട്ട് ടുക്ക് ഓഫ്. അവൻ അവിടുന്ന് റെഡിയായി പോയി. ഓക്കെ. വെർ ആർ യു ഗോയിങ്? ഡാഡി യേൽഡ് ആഫ്റ്റർ ഹിം. നീ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് ഒച്ചത്തിൽ യേൽഡ് എന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ വിളിച്ച് ചോദിക്കുന്നതിന് പറയുന്നതാണ് യേൽഡ് ആഫ്റ്റർ ഹിം. ഐ ഹാവ് ഗോട്ട് എ ഗെയിം ടുഡേ ആൻഡ് ഐ എം ലേറ്റ്. മൈക്കൽ യേൽ ബാക്ക്. ഓടിക്കോട് പറയലാണ്, എനിക്കിന്നൊരു കളിയുണ്ട്, ഞാനിന്ന് ഓൾറെഡി ലേറ്റാണ് എന്നും പറഞ്ഞിട്ട് ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് മൈക്കൽ ഓടാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഐ ഹാവ് ഗോട്ട് എ ഗെയിം ടുഡേ ആൻഡ് ഐ എം ലേറ്റ്. മൈക്കൽ യേൽഡ് ബാക്ക്. അതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയേ. വാട്ട് വാസ് ഡാഡീസ് അഡ്വൈസ് ടു മൈക്കൽ? എന്തായിരുന്നു മൈക്കലിന് ഡാഡിയുടെ ഉപദേശം? അഡ്വൈസ്. ഓക്കെ, ഉപദേശം. ഡാഡി ടോൾഡ് മൈക്കൽ ദാറ്റ് പ്രാക്ടീസ്, determination and doing his best are more important than being
ടോൾ. നീളം വെക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതും പിന്നെ ദൃഢനിശ്ചയവും ഡിറ്റർമിനേഷനും പിന്നെ അവൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നതുമാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നീളം വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇത് മൂന്നുമാണ് എന്നാണ് ഡാഡി അവനെ ഉപദേശിച്ചത്. വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദ അഡ്വൈസ്? എന്താണ് ആ ഡാഡി ഉപദേശിച്ചത് കൊണ്ടുണ്ടായ റിസൾട്ട്? അതുകൊണ്ട് എന്താണ് ഗുണമുണ്ടായത് എന്നാണ് ചോദ്യം. മൈക്കിൾ ഫെൽറ്റ് എൻകറേജ്ഡ്. മൈക്കിളിന് ശരിക്കൊരു ഊർജ്ജം കിട്ടി, അല്ലേ, ധൈര്യം കിട്ടി. ഗോട്ട് അപ്പ് ക്വിക്ക്ലി, പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ആൻഡ് വെൻ ടു പ്ലേ ഹിസ് ഗെയിം, എന്നിട്ട് അവൻ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഓടി. വെൻ മൈക്കിൾ റീച്ച്ഡ് ദ പാർക്ക് ദ ഗെയിം ഹാഡ് സ്റ്റാർട്ടഡ്. അങ്ങനെ മൈക്കിൾ ഓടി പാർക്കിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഹീ സാറ്റ് ഓൺ ദ ബെഞ്ച് ഹോപ്പിംഗ് ഹീ വുഡ് ഗെറ്റ് എ ചാൻസ് ടു പ്ലേ. അവൻ അവിടെ അടുത്തുള്ളൊരു ബെഞ്ചിൻ്റെ മേലെ ഇരുന്നു. പ്രതീക്ഷയുണ്ടായിരുന്നു അവൻ എന്തായാലും ഒരു ചാൻസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവൻ അവിടെ ആ ബെഞ്ചിൽ ഇരുന്നു. ആൻഡ് ഹീ ഡിഡ്. അങ്ങനെ അവന് ചാൻസ് കിട്ടുകയും ചെയ്തു. ദ ഗെയിം വാസ് ഓൾമോസ്റ്റ് ഓവർ ആൻഡ് ദ സ്കോർ വാസ് ടൈഡ് വെൻ ജോൺ, വൺ ഓഫ് ദ ബോയ്സ് ഓൺ മൈക്കിൾസ് ടീം, ഫെൽ ആൻഡ് ഹേർട്ട് ഹിംസെൽഫ്. കളി തീരാറായപ്പോൾ അന്നേരമാണ് നമ്മളെ മൈക്കിളിന് ചാൻസ് കിട്ടിയത്. എങ്ങനെയാണ് കിട്ടിയത്? അവൻ്റെ ടീമിലുണ്ടായിരുന്ന മൈക്കിളിൻ്റെ ടീമിലുണ്ടായിരുന്ന ഒരു പയ്യൻ, ജോൺ എന്ന് പറയുന്ന പയ്യൻ വീണിട്ട് അവന് മുറിവ് പറ്റി. അങ്ങനെ മൈക്കിളിന് ചാൻസ് കിട്ടലാണ്. ഓക്കെ, ഹിയർ വാസ് മൈക്കിൾസ് ചാൻസ്. ഇവിടെയാണ് മൈക്കിളിന് ചാൻസ് കിട്ടിയത്. മൈക്കിൾ ജോയിൻഡ് ഹിസ് ടീം ഇൻ ദ ഹഡിൽ ആസ് ദേ ഗാദേർഡ് ഓൺ ദ സൈഡ് ലൈൻ ഫോർ എ ടൈം ഔട്ട്. അങ്ങനെ ടൈം ഔട്ട് വിളിച്ചപ്പോൾ കളിക്കാരൊക്കെ ഹഡിലിലേക്ക് വന്നു. ഹഡിൽ എന്ന് പറയുന്നത് ഈ കളിക്കാരൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ കൂടി നിന്നിട്ട് വെള്ളം കുടിക്കും, അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഈ ഹഡിൽ. അവിടെ വെച്ചാണ് ജോണിന് പകരമായിട്ട് നമ്മുടെ മൈക്കിൾ ടീമിലേക്ക് കയറുന്നത്. എന്നിട്ടോ, ഓക്കെ, ദ ഗെയിം ഈസ് ടൈഡ്, ഓൾ വി നീഡ് ഈസ് 1 point. ഹൂ വാണ്ട്സ് ടു ടേക്ക് ദ ഷോട്ട്? റോണി ആസ്റ്റ്. എന്താ പറഞ്ഞത്? കളി എന്തായാലും ടൈ ആയി. ഇനി നമുക്ക് വേണ്ടത് ഒരേ ഒരു പോയിൻ്റ് മാത്രമാണ് ജയിക്കാൻ. ആരാണ് ഈ ചാൻസ് എടുക്കാൻ തയ്യാറായത്? ഈ ഷോട്ട്, ഈ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് ആരുണ്ട് എന്ന് റോണി ചോദിച്ചു. ഹി ലുക്ക്ഡ് ഇൻ മൈക്കിൾസ് ഡയറക്ഷൻ. ഇങ്ങനെ മൈക്കിളിൻ്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഫീലിംഗ് മോർ കോൺഫിഡൻറ്റ് ദാൻ എവർ, മൈക്കിൾ സെഡ്, ഐ വിൽ ഡു ഇറ്റ്. എന്താ പറഞ്ഞത്? ഭയങ്കര കോൺഫിഡൻസോടുകൂടി മൈക്കിൾ പറഞ്ഞു, ഞാൻ ചെയ്യുമെന്ന് മൈക്കിൾ പറഞ്ഞു. വെൻ ദ വിസിൽ ബ്ലൂ ആൻഡ് ദ ഗെയിം റീസ്റ്റാർട്ടഡ്, മാർക്ക് ബിഗാൻ ടു പിക്ക് ഓൺ മൈക്കിൾസ് ആസ് യൂഷ്വൽ. വിസിൽ മുഴങ്ങി, കളി തുടങ്ങി, അല്ലേ? വീണ്ടും കളി തുടങ്ങി. അപ്പോൾ നമ്മുടെ മാർക്ക് വീണ്ടും മൈക്കിളിനെതിരെ തിരിഞ്ഞ് അവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അവനെ ചൂസ് ചെയ്ത് കളിയാക്കാൻ വേണ്ടി തുടങ്ങി. സ്റ്റിൽ ട്രൈയിങ് ടു പ്ലേ വിത്ത് ദ ബിഗ് ബോയ്സ്. എന്തായിരിക്കുന്നത്? സ്റ്റിൽ ട്രൈയിങ് ടു പ്ലേ വിത്ത് ദ ബിഗ് ബോയ്സ്. ഇപ്പോഴും നിനക്ക് നീളമില്ലാന്നറിയാം, എന്നിട്ട് നീ വലിയ ആൾക്കാരോട് കളിക്കാൻ, നീളം കൂടിയ ആൾക്കാരോട് കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? മാർക്ക് ടോണ്ടഡ്. മാർക്ക് അവനെ കളിയാക്കി, പരിഹസിച്ചു. ബട്ട് മൈക്കിൾ പേഡ് ഹിം നോ അറ്റൻഷൻ. മൈക്കിൾ അവനെ ശ്രദ്ധിച്ചതേയില്ല. ടോളർ ഓർ നോട്ട്, ഹി ഹാഡ് ബീൻ പ്രാക്ടീസിങ് ആൻഡ് ടുഡേ ഹി വാസ് ഡിറ്റർമിൻഡ് ടു വിൻ. നീളമുണ്ടോ ഇല്ല എന്നതും കാര്യമില്ല, അവൻ അത്രയധികം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിജയിക്കുമെന്നുള്ള ദൃഢനിശ്ചയം, ആത്മവിശ്വാസം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്ക് പറയുന്ന ഒരു കാര്യം, അവൻ കളിയാക്കിയതൊന്നും മൈക്കിൾ കേട്ടിട്ടേയില്ല, മൈക്കിൾ ശ്രദ്ധിച്ചേയില്ല. 2 ക്വസ്റ്റ്യനുകൾ നോക്കൂ. ഹൗ ഡിഡ് മൈക്കിൾ ഗെറ്റ് എ ചാൻസ് ടു പ്ലേ? എങ്ങനെയാണ് മൈക്കിളിന് കളിക്കാനൊരു ചാൻസ് കിട്ടിയത്? ഹി ഗോട്ട് എ ചാൻസ് വെൻ ജോൺ ഗോട്ട് ഹേർട്ട് ആൻഡ് ഹാഡ് ടു സ്റ്റോപ്പ് പ്ലേയിങ്. ജോണിന് ഒരു പരിക്ക് പറ്റി അവന് കളി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് മൈക്കിളിന് ചാൻസ് കിട്ടിയത്. മൈക്കിൾ ഡിഡ് നോട്ട് പേ എനി അറ്റൻഷൻ ടു മാർക്സ് ടോൺസ്. വൈ? മൈക്കിൾ മാർക്കിൻ്റെ കളിയാക്കലുകൾക്കൊന്നും, പറയുന്നതിനൊന്നും ഒരു അറ്റൻഷൻ കൊടുത്തില്ല, ശ്രദ്ധ കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി ഹാഡ് പ്രാക്ടീസ്ഡ് വെൽ ആൻഡ് വാസ് ഡിറ്റർമിൻഡ് ടു വിൻ. അവൻ വളരെ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ജയിക്കണം എന്നുള്ള ഒരു ആത്മവിശ്വാസം, ദൃഢനിശ്വാസം അവനിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൈക്കിൾ മാർക്ക് പറയുന്നതൊന്നും കേൾക്കാതിരുന്നത്. ലാറി ത്രൂ ദ ബോൾ ടു മൈക്കിൾ. ലാറി അങ്ങനെ ബോൾ ആർക്ക് നേരെ കൊടുത്തു? മൈക്കിളിന് നേരെ എറിഞ്ഞു കൊടുത്തു. മൈക്കിൾ കോട്ട് ഇറ്റ്. മൈക്കിൾ അത് പിടിച്ചു. ബൗൺസ്ഡ് ഇറ്റ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ദെൻ ടുക്ക് ഓഫ്. ലാറി മൈക്കിളിന് ബോൾ കൊടുത്തപ്പോൾ മൈക്കിൾ അത് പിടിച്ചിട്ട് ബൗൺസ് ചെയ്തു, അല്ലേ? ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ച്, എന്നിട്ട് എന്ത് ചെയ്തു? ബോൾ ആ ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് കണ്ടിട്ടില്ലേ,
രണ്ട് പോസ്റ്റിൻ്റെ മേലെ ഒരു ചെറിയൊരു തൂണിൻ്റെ മേലെ എന്താണ് ഒരു നെറ്റ് ഉണ്ടാവും അല്ലേ, ആ നെറ്റിൻ്റെ ഉള്ളിൽ കൊണ്ട് ബോൾ ഇടണം, അതാണ് ഗെയിം. അപ്പോൾ അതിനേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ അതിന് നേരെ കുതിച്ചു, അതിന് നേരേക്ക് പോയി. ആസ് ഹി അപ്രോച്ച്ഡ് മാർക്ക്, മൈക്കൽ ഷിഫ്റ്റഡ് ടു ഹിസ് റൈറ്റ്. എന്താണ്, മാർക്കിൻ്റെ അടുത്തെത്തിയപ്പോൾ അവനറിയാം മാർക്ക് അത് തട്ടിയെടുക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, അവൻ ആ ബോൾ അവൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു മൈക്കൽ. മാർക്ക് ഫോളോഡ്, ബട്ട് വൈൽ ഹി വാസ് സ്റ്റിൽ ഷിഫ്റ്റിംഗ് മൈക്കൽ സ്പൺ ടു ഹിസ് ലെഫ്റ്റ്. എന്താ ചെയ്തത്, ബോളിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കലാണ് അല്ലേ. അതേ സമയത്ത് മൈക്കിൾ എന്ത് ചെയ്തു, അവൻ്റെ ഇടതുവശത്തേക്ക് മാറി നിന്നു. ഓക്കെ, ജസ്റ്റ് വേഗം തന്നെ നെറ്റ് തിരിഞ്ഞ് മാറി അവിടെ നിന്നു ഇടതുവശത്തേക്ക്. എങ്ങോട്ട്, ഹി സ്റ്റെപ്പ് ബിഹൈൻഡ് മാർക്ക് ആൻഡ് ഷോട്ട്. മാർക്കിൻ്റെ പുറകിലേക്ക് പെട്ടെന്ന് അങ്ങ് ചെരിഞ്ഞ് മാറി നടന്ന് എന്ത് ചെയ്തു, മാർക്കിൻ്റെ പുറകിൽ നിന്ന് ഷോട്ട് ചെയ്തു. ഷോട്ട് മീൻസ് ബോൾ പൊക്കിയിട്ട് നമ്മുടെ ആ വളയത്തിനുള്ളിലേക്ക് ഇട്ടു. ഓക്കെ, ദ ബോൾ ആർക്ഡ് ഫാർ എബോവ് ഹിസ് ഓപ്പണൻസ് ഹാൻഡ്സ് ആൻഡ് ഫെൽ സൈലൻ്റ്ലി ത്രൂ ദ ഹൂപ്പ്. ബോൾ അങ്ങ് മേലേ കൂടി പൊങ്ങിപ്പോയിട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ആർഡ് എന്ന് പറഞ്ഞാൽ കമാനം, അതായത് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത്. ആ ചിത്രം കണ്ടോ, അവിടെ ഒരു റെയിൻബോൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ റെയിൻബോൻ്റെ ചിത്രം എങ്ങനെയാണുള്ളത്, നമ്മുടെ റാ എന്നൊക്കെ എഴുതിയ പോലെ, അതിനാണ് ആർക്ക് എന്ന് പറയാം അല്ലേ. സോ അതുപോലെ ആകാശത്തിലേക്ക് കൂടി ഇങ്ങനെ പോയി അങ്ങനെ കമാനം പോലെ വളഞ്ഞ് വന്ന് ഏതിലാണ്, ആ ഹൂപ്പിൻ്റെ ഉള്ളിലേക്ക്, അതാ ഒരു വളയം വെച്ചിട്ടുണ്ടാവും അവിടെ അല്ലേ, നെറ്റൊക്കെ കെട്ടിട്ട് ചെറിയ വളയം ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ബോൾ താഴോട്ടേക്ക് വീണു. അങ്ങനെയാണ് ബാസ്ക്കറ്റ് ബോൾ കളിക്കുക. യെസ്, 2 points. ദ ഗെയിം വാസ് ഓവർ. മൈക്കൽസ് ടീം ഹാഡ് വൺ. അങ്ങനെ ഇത് പോയിട്ട് ആ ബോൾ വളയത്തിനുള്ളിലേക്ക് വീണതോടുകൂടി മൈക്കലിൻ്റെ ടീം ജയിച്ചു. ടീമിന് 2 പോയിൻ്റ് കിട്ടി. അങ്ങനെ മൈക്കലിൻ്റെ ടീം ജയിച്ചു. ഇറ്റ് വാസ് ജസ്റ്റ് ആസ് മൈക്കൽ ഹാഡ് ഡ്രീംഡ്. അതാണ് മൈക്കൽ ഡ്രീം ചെയ്തത്, അതാണ് അല്ലേ, ഞാൻ കാരണം എൻ്റെ ടീം ജയിക്കണമെന്നാണ് മൈക്കൽ സ്വപ്നം കണ്ടിരുന്നത്. അതാണ് ഇറ്റ് വാസ് ജസ്റ്റ് ആസ് മൈക്കൽ സ്വപ്നം കണ്ടതുപോലെ നടന്നു. വെൻ ഹി റിയലൈസ്ഡ് വാട്ട് ഹി ഹാഡ് ഡൺ, മൈക്കൽ ടുക്ക് ഓഫ് ആൻഡ് ഡിഡൻറ്റ് സ്റ്റോപ്പ് അണ്ടിൽ ഹി ഹാഡ് റീച്ച്ഡ് ഹോം. അവൻ എന്താ ചെയ്തതെന്ന് അവന് മനസ്സിലായപ്പോഴത്തേക്ക് അവൻ വീട്ടിൽ നിന്ന് അവൻ അവിടെ നിന്ന് കോർട്ടിൽ നിന്ന് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. അവന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ഒരൊറ്റ ഓട്ടമാണ്. ടുക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ നിർത്താണ്ട് അവൻ അവിടെ നിന്ന് ഓടി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. എങ്ങോട്ടേക്കാണ് ഓടിയത്, വീട്ടിലേക്കാണ്. വീട്ടിലെത്തിയിട്ടാണ് അവൻ നിർത്തിയത്. പിന്നെ ബേസ്റ്റിംഗ് ത്രൂ ദ ഡോർ ഹി ഷൗട്ടഡ്. ബേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ബേസ്റ്റ് ചെയ്യുന്ന പൊട്ടിത്തെറിക്കുക അല്ലേ. ഇവിടെ ബേസ്റ്റിംഗ് ത്രൂ ദ ഡോർ എന്ന് പറഞ്ഞാൽ ഡോറിനെല്ലാം താട്ടി തെറിപ്പിച്ച് ഓടി ഉള്ളിലേക്ക് കയറുമ്പോൾ ഒച്ചത്ത് കൂക്കിക്കൊണ്ട് ഹി ഷൗട്ടഡ്, ഐ ഡിഡ് ഇറ്റ് ഡാഡ് ആൻഡ് മോം, ഐ ഡിഡ് ഇറ്റ്. എന്താ പറയുന്നത്, അമ്മ അച്ഛ ഞാനത് ചെയ്തു, ഞാൻ ജയിച്ചു എന്ന് ഒച്ചത്തിൽ കൂക്കി വിളിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി മൈക്കൽ വാതിലൊക്കെ തള്ളി തുറന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. എന്നിട്ടോ, ഐ ഷോട്ട് റൈറ്റ് ഓവർ ദ ടോൾ ഗൈസ് ഹെഡ് ആൻഡ് വി വൺ ദ ഗെയിം. ഞാൻ എങ്ങനെയാണ് ബോളിട്ടത്, ഏറ്റവും നീളം കൂടി അയാളുടെ തലയുടെ മേലേ കൂടി ഞാൻ പന്തിട്ട് ആ വളയത്തിൽ പോയി വീണിട്ട് ഞങ്ങളുടെ ടീം ജയിച്ചു എന്ന് പറഞ്ഞു. റണ്ണിങ് ഇൻ ബിഹൈൻഡ് ഹിം, റോണി ആൻഡ് ലാരി ജോയിൻ ദ സെലിബ്രേഷൻ. അവൻ്റെ പുറകെ ഓടി വന്നായിരുന്നു റോണിയും ലാരി ഏട്ടന്മാരല്ലേ. അവർ രണ്ടാളും ഓടി വന്നിട്ട് പറഞ്ഞു അവരും ഇവൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ആഘോഷം, അതിൽ പങ്കുചേർന്നു. ദാറ്റ്സ് റൈറ്റ് ലിറ്റിൽ ബ്രദർ, യു ഡിഡ് ഇറ്റ്. കറക്റ്റാണ് അനിയ, നീയാണ് ജയിപ്പിച്ചത്. യു ഡിഡ് ഇറ്റ്, നീ അത് ചെയ്തു അല്ലേ, നീ നമ്മുടെ ടീമിനെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞു. യു വൺ ദ ഗെയിം ഫോർ us, നീ നമ്മുടെ ടീമിനെ ജയിപ്പിച്ചു, നീയാണ് ഈ ഗെയിം ജയിപ്പിച്ചത്. ആഫ്റ്റർ ദാറ്റ് ഡേ മമ്മ സ്റ്റോപ്പ് പുട്ടിങ് സോൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ്. അതിനുശേഷം മമ്മ ഉപ്പ് അവൻ്റെ മൈക്കിളിൻ്റെ ഷൂസിൽ ഉപ്പിടുന്നത് നിർത്തി. ബട്ട് മൈക്കൽ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ബീയിങ് പേഷ്യൻറ്റ് ആൻഡ് വർക്കിംഗ് ഹാർഡ്. പക്ഷേ എന്നിട്ടും മൈക്കൽ അവൻ പേഷ്യൻ്റായിട്ട് ക്ഷമയോടുകൂടി കളിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതൊന്നും അവൻ നിർത്തിയിട്ടേ ഇല്ല. ഹാർഡ് വർക്ക് ചെയ്യുന്നതൊന്നും മൈക്കൽ നിർത്തിയിട്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഷൂസിന് ഉപ്പിട്ടത് കൊണ്ടാണോ മൈക്കൽ ജയിച്ചത്? അല്ല, അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടും പിന്നെ അവൻ്റെ ആത്മവിശ്വാസം കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടുമാണ് ഇവിടെ മൈക്കൽ ജയിച്ചത്. 2 ക്വസ്റ്റ്യൻസ് ഉള്ളത് നോക്കൂ. വൈ ഡിഡ് മൈക്കൽ റൺ ടു ഹിസ് ഹൗസ് ആഫ്റ്റർ വിന്നിങ് ദ ഗെയിം? എന്തുകൊണ്ടാണ് മൈക്കൽ അവൻ്റെ വീട്ടിലേക്ക് ഓടിയത്? ഗെയിം ജയിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് മൈക്കൽ ഓടിയത്? ഹി റാൻ ഹോം ടു ടെൽ ഹിസ് പാരൻസ് ദാറ്റ് ഹി ഹാഡ് വോൺ ദ ഗെയിം. അവൻ വീട്ടിലേക്ക് ഓടിയത് എന്തിനാണ്? അവൻ്റെ പാരൻസിനോട്, രക്ഷിതാക്കളോട് ഗെയിം ജയിച്ചു എന്ന് പറയാൻ വേണ്ടിയുള്ള സന്തോഷത്തിലാണ് അവൻ ഓടിയത്. വൈ ഡിഡ് മൈക്കിൾസ് മദർ സ്റ്റോപ്പ് പുട്ടിങ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ്? എന്തുകൊണ്ടാണ് മൈക്കലിൻ്റെ അമ്മ മൈക്കലിൻ്റെ ഷൂസിൽ ഉപ്പിടുന്നത് നിർത്തിയത്? ഷീ സ്റ്റോപ്ഡ് ബിക്കോസ് മൈക്കൽ പ്രൂവ്ഡ് ഹീ കുഡ് സക്സീഡ് ത്രൂ ഹാർഡ് വർക്ക്, നോട്ട് ഹൈറ്റ്. മൈക്കൽ അവിടെ സക്സീഡ് ചെയ്ത് കാണിച്ചു കൊടുത്തു അല്ലേ, മൈക്കൽ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്താണ്?
വിജയം എന്ന് പറയുന്നത് ഹാർഡ് വർക്കിലേക്ക് കൂടിയാണ് നേടേണ്ടത്, അല്ലാണ്ട് നീളത്തിലെ കൂടി അല്ല, ഹാർഡ് വർക്കിലേക്ക് കൂടിയും ഡിറ്റർമിനേഷനിലേക്ക് കൂടിയാണ് വിജയം നേടേണ്ടത് എന്ന് മൈക്കിൾ പ്രൂവ് ചെയ്ത് കാണിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ അമ്മ അവൻ്റെ ഷൂസിൽ ഒപ്പിടുന്നത് നിർത്തിയത്. ഓക്കെ മക്കളെ, അപ്പോൾ അത്രയേ ഉള്ളൂ ആ സ്റ്റോറി. സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറയുന്ന സ്റ്റോറി അത്രയേ ഉള്ളൂ. എല്ലാവരും ക്ലാസ് കേൾക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.